നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കോഴികളൊക്കെ നമ്മളെ പുറകെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴികൾ കുറേ നാളായി ഇവിടെ കിടക്കുന്നു. ഈ കോഴികൾ തുറന്നിട്ടുണ്ട് നമ്മുടെ ഒരിക്കലും ഇറങ്ങാത്ത താറാവിനെയും കൂട്ടുകാരായ കോഴീനെയും നമുക്ക് അവരുടെ കൂട്ടി പിടിച്ചിടാം. എന്നിട്ട് ഇവർ ഇങ്ങോട്ട് വരട്ടെ, അല്ല ഇവർ വെളിയിറങ്ങി നടക്കട്ടെ, ഇവരെ അങ്ങോട്ട് പിടിച്ചിടാം. അപ്പോൾ ഇവർക്കൊരു എൻജോയ്മെൻ്റ് ആവും, അവർക്കൊരു എൻജോയ്മെൻ്റ് ആവും. അപ്പോൾ ഇവരത് പയ്യെ തുറന്നു വേണ്ടി പോകണേ. തുറന്നു വിട്ടപ്പോൾ ഒരു സന്തോഷം കണ്ടില്ല. ഇവർക്ക് ഈ സന്തോഷം ഇങ്ങനെ ഉള്ളതാണ്. കാരണം കുറേ നാൾക്ക് ശേഷം തുറന്നു വിടുമ്പോൾ എന്തായാലും നമ്മൾ സന്തോഷിക്കുമല്ലോ. അങ്ങനെ നേരെ പോയി കാണുന്നൊക്കെ തിന്നുന്നുണ്ട്. എന്താ തിന്നുന്നത് നമുക്ക് പിടിയില്ല. അവിടെ എല്ലാവരും കൂടി എന്തൊക്കെ തിന്നുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പുറത്ത് തൊലി ഇങ്ങനെ പോയി കേട്ടോ. ആ സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മളിങ്ങനെ വിഷമത്തിലായത് കേട്ടോ. നമ്മുടെ ഈ കപ്പിൽ പോണത് എന്താ നോക്കുന്നത് എല്ലാം തിന്നുക. നമുക്കറിയാമല്ലോ സന്തോഷം, അവരുടെ സന്തോഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറക്കി വിടണം. പക്ഷേ ഇറക്കി വിട്ടാൽ കീരി വരും, അതാണ് നമുക്ക് പേടി. എന്നാലും ഇറക്കി വിട്ടില്ലെങ്കിൽ ശരിയാവുകയില്ല. നമ്മൾ കഴിക്കുന്ന തീറ്റയെല്ലാം പറക്കി ഇട്ട് കൊടുക്കുക. ഈ ശല്യം കാരണം ഞാൻ ആ കപ്പ് താഴത്തോട്ടിട്ട് കേട്ടോ. കായലെല്ലാം കയറി വന്ന് കുത്തിപ്പറിച്ചൊക്കെ തിന്നുക. ചെറിയായിട്ട് വേനയൊക്കെ എടുക്കില്ല നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താറാവിനെയും കോഴിനെയും ഒന്ന് പിടിച്ചോണ്ട് വരാം. അവർക്ക് ചെറിയ പേടി. താറാവ് പണ്ട് മുതലേ ഒരു മനുഷ്യനോട് അടുക്കാത്ത ജീവിക്കുന്നു ഒരു പേടിയാണ് അതിന് കേട്ടോ. നമ്മൾ താറാവ് കൂടിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴേ ഈ കറുത്ത കോഴി നമ്മൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം അറിയത്തില്ല. അവനതെ നമ്മൾ കുഞ്ഞു കോഴിനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവരത് പിടിച്ചപ്പോൾ തന്നെ മറ്റേ താറാവ് അന്തം വിട്ട് ഇങ്ങോട്ടായി പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. കോഴിക്ക് മനസ്സിലായ വലിയ ഇറക്കിടാൻ വേണ്ടിയാണ്. കോഴി അടങ്ങിച്ചിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കുന്ന ഒരു കോഴിയായിരുന്നു. അങ്ങനെ നമുക്ക് നേരെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഈ കൂടിനകത്തോടെ നമുക്ക് പിടിച്ചിടാം ആയിട്ടോ. കണ്ടോ, ആ സന്തോഷമായി. ഇപ്പോൾ അതേ അപ്പുറത്തോട്ട് താറാവ് ബഹളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഇപ്പം തന്നെ താറാവ് ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അതിനെ കാണുന്നില്ല. നമുക്ക് എന്തായാലും അത് കാണിപ്പിക്കാം അതിനെ. പക്ഷേ ഇത് കയ്യിലോട്ട് കിട്ടാൻ ഭയങ്കര പാടായി. നമ്മൾ ജീവനും കൂടെ ഓടുന്നത് ഇപ്പോൾ കാണിച്ചില്ല. അങ്ങോട്ട് പിടിക്കാണ്ട് പോകുമ്പോൾ കണ്ടോണേ ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ കോഴിയുടെ അത്രയും മനുഷ്യനോട് അടുക്കലായി. അതെന്താ കാറെന്ന് ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞു കേട്ടോ. കുറേ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതാകണം അപ്പോൾ കണ്ടോണേ കേട്ടോ, ജീവനും കൂടെ ഓടുന്നുണ്ടോ. കോഴിയാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കോഴിയാണെങ്കിൽ അടച്ച് നമുക്ക് നിന്നൊക്കെ തരും. എന്തായാലും നമുക്ക് ഇതിന് പിടിക്കാം. കാരണം ഇത് വെള്ളത്തിലൊന്നും നീന്തിയിട്ടില്ല ഇതുവരെ. നമ്മളങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇരിക്കുന്നതല്ലേ നല്ല രസമില്ല ഇരിക്കുന്നില്ല കാണാൻ. കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടുടനെ തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറാൻ വേണ്ടി പോട്ടോ. ഇവരുടെ നീക്കങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ നമ്മൾ കാണുന്നൊക്കെ തിന്നുന്നുണ്ട്. ഈ താറാവ് എന്താ തിന്നുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. താറാവ് ഭയങ്കര പാടില്ല തിന്നാനൊക്കെ. അള്ളാഹു വെള്ളം കുടിക്കുന്നു നോക്കിയാൽ താറാവ് ചാടുന്ന സമയത്ത് കോഴി ചാടിയേക്കുന്നു. ഈ താറാവിനെ കൊണ്ട് ഇന്ന് ഈ വെള്ളത്തിൽ ചാടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അതിനപ്പുറം ലക്ഷ്യം വേറെ ഒന്നും നമുക്കില്ല. പക്ഷെ താറാവ് വെള്ളത്തിൽ ചാടുന്ന ലക്ഷണമില്ല. കാരണം കോഴിയുടെ കൂടെയാണല്ലോ ജീവിതം മൊത്തം. അപ്പം അതിന് വെള്ളത്തിൽ ചാടണമെങ്കിൽ ഞാനൊന്നും അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഇനി ഒരു താറാവിനെയും കൂടെ മേടിച്ചിട്ട് കൊടുത്താൽ ചിലപ്പം വലുതാവാൻ സാധ്യതയുണ്ട്. അല്ല വലുതാവാനല്ല, നമ്മുടെ നീന്താൻ സാധ്യതയുണ്ട്. പക്ഷെ നീന്തിച്ചാലേ നമുക്ക് നീന്ത കാണാൻ വേണ്ടി ആദ്യം പറഞ്ഞാൽ താറാവിന് മേടിച്ചു തന്നെ. പക്ഷെ നീന്ത വഴിയില്ല. വെള്ളം കുടിക്കുന്ന എന്താ തിന്നിട്ടെന്തോ നാവിൽ ഇളക്കി തോന്നല്ലോ. ഇവർ വെളിയിൽ എന്തോക്കെ പരിപാടിയാട്ടോ. എല്ലാവരും എന്തോക്കെ കുത്തിപ്പറക്കിക്കൊണ്ടിരിക്കുക. ഈ താറാവ് ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഓർത്തിപ്പോൾ ചാടുന്നു. പക്ഷെ ചാടിയില്ല കേട്ടോ. തല വെള്ളത്തിൻ്റെ അകത്തോട്ട് മുക്കിയിട്ടിട്ട് കുറേ നേരം അവിടെ നിന്നിട്ട് പോയി. പക്ഷെ ഇപ്പം മുക്കുന്നില്ല. വീഡിയോ എടുത്തപ്പോൾ അത് മുക്കിയില്ല. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. തല മുക്കി തല മൊത്തം അടിയിലോട്ടാക്കിയിട്ട് എന്തോ ഇല പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വിടാൻ പറ്റില്ല. ഞാൻ എന്തായാലും വെള്ളത്തിൽ പിടിച്ച് മുക്കിയിട്ട് കാര്യങ്ങൾ ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി പോയി കേട്ടോ. പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ജീവനും കൂടെ ഓടുന്നുണ്ട്. അതെ ഈ എന്താ പറയുക കോഴി ഇങ്ങനെ ഓടുകയില്ല. അതാണ് ഈ പോകുന്ന വഴിയൊക്കെ വീഴാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തായാലും പിടിക്കണം. പിടിച്ച് ഞാൻ നേരത്തെ കുറേ സംസ്ഥാനം പിടിച്ചിട്ട് അതെ അവിടെ ഒരു താല്പര്യമില്ല ഞാൻ വെള്ളത്തിൽ നീന്താൻ. ഈ താറാവുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് പറയാം. അതാ കോഴിയിലൂടെ ജീവിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം തോന്നുന്നത്. വെള്ളത്തിൽ ഇറക്കി വിട്ട് ഒരു താല്പര്യമില്ല. ഏതായാലും ഓക്കെ ബൈ. വീഡിയോ ഇത്രയേ ഉള്ളൂ.